എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണം പണയം വയ്ക്കുന്നതിനും തിരിച്ചടയ്ക്കുന്നതിനും കാതലായിട്ടുള്ള മാറ്റങ്ങളാണ് 2025 മെയ് മുതൽ വന്നിട്ടുള്ളത്. പണത്തിന് ആവശ്യമുള്ളപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ ഓടിച്ചെന്ന് പണയം വെച്ച് പണമെടുക്കുവാൻ ഇനി മുതൽ സാധിക്കുന്നതല്ല. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. റിസർവ് ബാങ്ക് സ്വർണ്ണപ്പണയ വായ്പകൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന കരട് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ബാങ്കുകൾക്കും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും സ്വർണ്ണപ്പണയ വായ്പകൾ നൽകുന്നതിന് ഏകീകൃത നിയമങ്ങളും ചട്ടങ്ങളും സ്ഥാപിക്കുകയാണ് കരട് മാർഗനിർദ്ദേശങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത്തരത്തിൽ സ്വർണ്ണപ്പണയ വായ്പയുമായി ബന്ധപ്പെടുത്തി കരടിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിരവധിയാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് വായ്പാ മൂല്യാനുപാതം പരിമിതപ്പെടുത്തുക എന്നതാണ്. അതായത് ബാങ്കുകളും NBFCകളും ഉൾപ്പെടെയുള്ള എല്ലാ വായ്പാദാതാക്കളോടും വായ്പാ മൂല്യാനുപാതം 75% പരിമിതപ്പെടുത്തുവാൻ കരട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിനർത്ഥം ഈടുള്ള സ്വർണ്ണാഭരണങ്ങൾ നൽകിയാൽ വായ്പക്കാരന് 75% മാത്രമേ വായ്പയായിട്ട് അനുവദിക്കൂ. രണ്ടാമത്തേത് ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധിയാണ്. അതായത് സ്വർണ്ണപ്പണയ വായ്പയിലെ ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധി എന്നത് വായ്പാ കാലാവധി അവസാനിക്കുമ്പോൾ മുതലും പലിശയും ഒരുമിച്ച് ഒറ്റത്തവണയായിട്ട് തിരിച്ചടയ്ക്കുന്ന രീതിയാണ്. ഉപഭോക്താക്കൾ വായ്പയ്ക്കുള്ള ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധി 12 മാസമായിട്ട് പരിമിതപ്പെടുത്തുവാൻ RBI കരട് നിയമം നിർദ്ദേശിക്കുകയാണ്. മൂന്നാമത്തേത് കടം വാങ്ങുന്നവർ ഉടമസ്ഥാവകാശ രേഖ ഹാജരാക്കേണ്ടതാണ്. അതായത് ഈടായി ഉപയോഗിക്കുന്ന സ്വർണത്തിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ കടം വാങ്ങുന്നവർ ഹാജരാക്കണമെന്നാണ് RBI കരട് നിർദ്ദേശിക്കുന്നത്. ഈടായി നൽകുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം സംശയാസ്പദമാണെങ്കിൽ വായ്പ നൽകരുത്. ഈടിൻ്റെ ഉടമസ്ഥാവകാശം പരിശോധിച്ചതിൻ്റെ രേഖകൾ സൂക്ഷിക്കേണ്ടതാണ്. സ്വർണം വാങ്ങിയതിൻ്റെ രസീത് ലഭ്യമായിട്ടില്ല എങ്കിൽ ഈടിൻ്റെ ഉടമസ്ഥാവകാശം എങ്ങനെ നിർണയിച്ചു എന്ന് വിശദീകരിക്കുന്ന ഒരു രേഖയോ സത്യവാങ്മൂലമോ കടം വാങ്ങുന്നവരിൽ നിന്ന് വാങ്ങണമെന്ന് കരടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണത്തിൻ്റെ പരിശുദ്ധി സംബന്ധിച്ച് വായ്പക്കാരനും വായ്പ നൽകുന്ന സ്ഥാപനത്തിനും വ്യക്തത ഉറപ്പാക്കുവാൻ വായ്പ നൽകുന്ന സ്ഥാപനം പരിശുദ്ധി സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കരടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വായ്പ എടുക്കുവാൻ കഴിയുന്ന സ്വർണത്തിൻ്റെ തരം RBI കരടിൽ നിർവചിച്ചിട്ടുണ്ട്. കരടനുസരിച്ച് ആഭരണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ എന്നിവ മാത്രമേ സ്വർണ്ണ വായ്പയ്ക്കുള്ള ഈടായിട്ട് സ്വീകരിക്കൂ. സ്വർണ്ണാഭരണങ്ങൾ ഒഴികെയുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ചതോ ഉണ്ടാക്കിയതോ ആയ എന്തെങ്കിലും വസ്തുക്കളോ അലങ്കാരത്തിനോ അലങ്കാര വസ്തുക്കൾക്കോ പാത്രങ്ങളോ വായ്പയായിട്ട് ലഭിക്കുന്നതല്ല. അടുത്തത് വെള്ളി ഈടായിട്ട് നൽകിയും വായ്പ എടുക്കാമെന്നതാണ്. അതായത് പുതിയ കരട് അനുസരിച്ച് അംഗീകൃത വെള്ളി വസ്തുക്കൾ ഈടായിട്ട് നൽകിയും വായ്പ അനുവദിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കരടനുസരിച്ച് വെള്ളി ആഭരണ വസ്തുക്കൾ, വെള്ളി നാണയങ്ങൾ എന്നിവ ഈടായിട്ട് നൽകി വായ്പ നേടുവാൻ സാധിക്കുന്നതാണ്. ബാങ്കുകൾ വിൽക്കുന്ന കുറഞ്ഞത് 925 പരിശുദ്ധിയുള്ള പ്രത്യേകമായി നിർമ്മിച്ച വെള്ളി നാണയങ്ങൾ മാത്രമേ അനുവദിക്കൂ. വെള്ളിക്കട്ടികൾ, ബാറുകൾ അല്ലെങ്കിൽ സിൽവർ ETFകൾ, മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള സാമ്പത്തിക ആസ്തികൾ എന്നിവ ഈടായിട്ട് സ്വീകരിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ കടം വാങ്ങുന്നവർ ഈടായിട്ട് നൽകുന്ന സ്വർണത്തിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ കരടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. കരടനുസരിച്ച് ഈടായിട്ട് സ്വീകരിക്കുന്ന സ്വർണത്തിൻ്റെ മൂല്യം 22 കാരറ്റ് സ്വർണത്തിൻ്റെ വിലയെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതാണ്. ഈടായി സ്വീകരിക്കുന്ന വെള്ളിയുടെ മൂല്യം 999 പരിശുദ്ധിയുള്ള വെള്ളിയുടെ വിലയിൽ കണക്കാക്കുന്നതാണ്. ഇനി ഈടായിട്ട് സ്വീകരിച്ച സ്വർണത്തിൻ്റെ വിവരണം, ഈടിൻ്റെ മൂല്യം, ലേല നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ, സ്വർണം ഈട് ലേലം ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ, ലേലം ചെയ്യുന്നതിന് മുമ്പ് വായ്പ തിരിച്ചടയ്ക്കുന്നതിനോ ഇനി ഈടായി സ്വീകരിച്ച സ്വർണത്തിൻ്റെ വിവരണം, ഈടിൻ്റെ മൂല്യം, ലേല നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ, സ്വർണം ഈട് ലേലം ചെയ്യുന്നതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, ലേലം നടത്തുന്നതിന് മുമ്പ് വായ്പ തിരിച്ചടയ്ക്കുന്നതിനോ തീർപ്പാക്കുന്നതിനോ കടം വാങ്ങുന്നയാൾക്ക് അനുവദിക്കുന്ന കാലാവധി, വായ്പ പൂർണ്ണമായിട്ടും തിരിച്ചടയ്ക്കുന്നതിന് ശേഷം ഈടായിട്ട് നൽകിയ സ്വർണം തിരികെ നൽകുന്നതിനുള്ള സമയപരിധി, സ്വർണത്തിൻ്റെ ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന അധിക തുകയുടെ റീഫണ്ട്, മറ്റ് ആവശ്യമായിട്ടുള്ള വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടെ പൂർണ്ണ വിവരങ്ങളോടെ വായ്പാ കരാർ ഉണ്ടാക്കണമെന്ന് കരട് മാർഗനിർദ്ദേശങ്ങൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല വായ്പ പൂർണ്ണമായിട്ടും തിരിച്ചടച്ച ശേഷം അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കിയതിന് ശേഷം വായ്പ നൽകുന്ന സ്ഥാപനം സ്വർണം കടം വാങ്ങുന്നയാൾക്ക് തിരികെ നൽകേണ്ട സമയപരിധി
മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർദ്ദേശമനുസരിച്ച് പൂർണ്ണമായിട്ടുള്ള പേയ്മെൻറ്റ് ലഭിച്ച് 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ സ്വർണം കടം വാങ്ങുന്നയാൾക്ക് തിരികെ നൽകണം. കാലതാമസമുണ്ടായാൽ ഓരോ ദിവസത്തെ കാലതാമസത്തിനും 5000 രൂപ വായ്പ നൽകുന്ന സ്ഥാപനം പിഴയായിട്ട് നൽകേണ്ടതാണ്. അതിനാൽ സ്വർണം വായ്പ എടുക്കുന്നവരൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.